നമസ്കാരം കൂട്ടുകാരെ, PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇന്റർനെറ്റ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സിലബസ് നോക്കിയാൽ നമ്മൾ ഓൾമോസ്റ്റ് സിലബസ് തീരാറായിട്ടുണ്ട്. ഇനി 1-2 ടോപ്പിക്സേ ഉള്ളൂ. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് ഇന്റർനെറ്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലേലിസ്റ്റിൽ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം കാണുക. നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള മുഴുവൻ മാർക്കും സ്കോർ ചെയ്യണം. ഓക്കെ, ഇന്റർനെറ്റ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. വി ഓൾ ആർ യൂസിങ് ഇന്റർനെറ്റ് അല്ലേ? എവറി ഡേ വി ആർ യൂസിങ് ആൻഡ് ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ സ്റ്റിൽ യു ആർ വാച്ചിങ് നമ്മുടെ ക്ലാസ്സൊക്കെ കാണുന്നതൊക്കെ നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇൻ്റർനെറ്റിനെ ഹൗ ക്യാൻ യു ഡിഫൈൻ ഇൻ്റർനെറ്റ്? നമുക്കിതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടേഴ്സ്, ഇപ്പോൾ ഒരുപാട് കമ്പ്യൂട്ടേഴ്സിനെ പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റും. ഒരു സ്ഥലത്തുള്ള കമ്പ്യൂട്ടറിനെ വേറെ സ്ഥലത്തുള്ള കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാം. എത്ര കമ്പ്യൂട്ടേഴ്സ് വേണമെങ്കിലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എന്തിനാ ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്? ഇതെല്ലാം ചെയ്യുന്നത് അതിൻ്റെ പർപ്പസ് പറഞ്ഞാൽ ടു കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതറാണ്. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സോ കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ഈച്ച് അതർ ഫോർ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് USA നമ്മുടെ ഫ്രണ്ടിൻ്റെയോ നമ്മുടെ റിലേറ്റീവിൻ്റെയോ ഡീറ്റെയിൽസ് അറിയുന്നത് എന്തുകൊണ്ടാണ്? ത്രൂ ഇൻ്റർനെറ്റാണ് നമ്മളത് അറിയുന്നത്. ബിക്കോസ് വി ആർ കണക്റ്റിംഗ് വി ടു കണക്റ്റിംഗ് ഈച്ച് അതർ ത്രൂ ദിസ് ഇൻ്റർനെറ്റ് ആണ്. ഇൻ്റർനെറ്റ് വഴിയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കണക്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടേഴ്സ് പരസ്പരം കണക്ട് ചെയ്യുന്നത് എന്തിനാണ്? കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്, കമ്മ്യൂണിക്കേഷൻ പർപ്പസിനാണ്. അപ്പോൾ ഇങ്ങനെ കമ്പ്യൂട്ടേഴ്സ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഒരു ശൃംഖല പോലെ അല്ലേ, ഒരു വല പോലെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഉണ്ട്. LAN, MAN, WAN, PAN ഇതെല്ലാം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇതിൽ ഓരോന്നും ജസ്റ്റ് പറയുകയാണ്. ലാൻ്റെ ഫുൾ ഫോം അറിയണം. ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്. ലോക്കൽ എന്ന ടേമിൽ നമുക്കത് പറയാൻ പറ്റും അല്ലേ? ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം, ഒരു ലൊക്കാലിറ്റിയിൽ മാത്രം പരസ്പരം കണക്ഷൻ കൊടുക്കുകയാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അതായത് ഒരു ക്ലാസ് റൂമിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു ഓഫീസ് ബിൽഡിങ്ങിൻ്റെ അകത്തുള്ള കമ്പ്യൂട്ടേഴ്സിനെ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഒരു ചെറിയ ലൊക്കാലിറ്റിയിൽ മാത്രം. ഓക്കെ, അടുത്തത് മാനാണ്. അപ്പോൾ ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എങ്ങനെ കണക്ട് ചെയ്യുക? ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ ഡിഫറെൻറ്റ് റൂംസിൽ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, നമുക്ക് കണക്ട് ചെയ്യാം. അതിന് നമുക്കൊരു ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഒരു വൈഫൈ മതി. ഒരു വൈഫൈ സപ്പോർട്ടോട് കൂടിയിട്ട് വൈഫൈ ടെക്നോളജി എല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു കണക്ഷൻ ചെയ്യാൻ പറ്റും അല്ലേ? ഇനി അടുത്തത് മാനാണ്. മാൻ്റെ ഫുൾ ഫോം മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മാൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മെട്രോപൊളിറ്റൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു സിറ്റിയിൽ മൊത്തത്തിൽ ഓവർ എ സിറ്റിയിൽ അതിങ്ങനെ സ്പ്രെഡ് ചെയ്യുകയാണ് ഒരു കണക്ഷൻ. അപ്പോൾ ഒരു സിറ്റി മൊത്തം കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് കണക്ഷനാണ് മാൻ അഥവാ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേബിൾ TV കണക്ഷൻ. കേബിൾ TV ഒരു പർട്ടിക്കുലർ സിറ്റിയിലെല്ലാം നമ്മൾ കണക്ഷൻ പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ കേബിൾ TV കണക്ഷൻ ഈസ് എൻ എക്സാമ്പിൾ ഫോർ മാൻ. നെക്സ്റ്റ് WAN, ദാറ്റ് ഈസ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. വൈഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ഏരിയ ആണ്. ഒരു വലിയ ജിയോഗ്രഫിക്കൽ ഏരിയ മൊത്തത്തിൽ കവർ ചെയ്യാണ്. റിലേറ്റീവ്ലി ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ ആണ്. അത് ഡിഫറെൻറ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ് കണക്ട് ചെയ്യാണ്. ലോക രാജ്യങ്ങളെല്ലാം പരസ്പരം കണക്ട് ചെയ്യിക്കുന്നത് ഏത് വഴിയാണ്? WAN വഴിയാണ്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് വഴിയാണ്. ഒന്നുകൂടെ ഉണ്ട് PAN. ഇത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ്. അതായത് പേഴ്സണൽ ഡിവൈസസിനെ കണക്ട് ചെയ്യുന്നതിനാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ WAN വൈഡ് ഏരിയ നെറ്റ്വർക്കിലാണ് നമ്മുടെ ഇൻ്റർനെറ്റ് വരുന്നത്. ഇൻ്റർനെറ്റ് ആണ് ബിഗ്ഗസ്റ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ബിഗ്ഗസ്റ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ് ഇൻ്റർനെറ്റ്. ഓക്കെ, സോ വാട്ട് ഈസ് ഇൻ്റർനെറ്റ്? ഇൻ്റർനെറ്റ് ഈസ് എ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. ഇറ്റ് ഈസ് എ ബിഗ്ഗസ്റ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്? ഹിയർ ദ കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ഈച്ച് അതർ ഫോർ കമ്മ്യൂണിക്കേഷൻ പർപ്പസ്. ഒരുപാട് കമ്പ്യൂട്ടേഴ്സിനെ പരസ്പരം കണക്ട് ചെയ്ത് വെക്കുകയാണ്. ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് ഓവർ എ റിലേറ്റീവ്ലി ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ, ഒരുപാട് വലിയ ഏരിയയിൽ ഒരുപാട് കമ്പ്യൂട്ടേഴ്സിനെ പരസ്പരം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ബിഗ്ഗസ്റ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്കിന് എക്സാമ്പിളാണ് നമ്മളുടെ ടോപ്പിക്കായ ഇൻ്റർനെറ്റ്. നെറ്റ്വർക്ക്സ് ഓഫ് നെറ്റ്വർക്ക് എന്നറിയപ്പെടുന്നത്, നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് എന്നറിയപ്പെടുന്നത്, നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് എന്നറിയപ്പെടുന്നത് ഇൻ്റർനെറ്റ് ആണ്. നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് എന്നറിയപ്പെടുന്നത് ഇൻ്റർനെറ്റ് ആണ്. ഹിയർ സെവറൽ തൗസൻഡ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് ദർ ഇന്റർകണക്റ്റഡ് ടു ഫോം ദ ഇൻ്റർനെറ്റ്. ഒരു ഇൻ്റർനെറ്റ് ഫോം ചെയ്യാൻ വേണ്ടി ഒരുപാട് തൗസൻഡ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് പരസ്പരം കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് എന്ന് പറയും. ഇൻ്റർനെറ്റിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇൻ്റർനാഷണൽ നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ഇൻ്റർനാഷണൽ നെറ്റ്വർക്കാണ്. ഇനി ഇൻ്റർനെറ്റിൻ്റെ ആദ്യകാല രൂപം അതെന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഏൻഷ്യൻ ഫോം ഓഫ് ഇൻ്റർനെറ്റ് ആണ് ARPANET. ഇതും ഈ പേരും ഇതിൻ്റെ ഫുൾ ഫോമും പഠിച്ചിരിക്കുക. ഇൻ്റർനെറ്റിൻ്റെ ആദ്യകാല രൂപമാണ് ARPANET. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്കാണ് ARPANET എന്ന് പറയുന്നത്. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക്. അഡ്വാൻസ്ഡ് റിസർച്ച്
പ്രോജക്റ്റ് ഏജൻസി ARPA അർപ്പ നെറ്റ് ആണ് ഇന്റർനെറ്റിന്റെ ആദ്യകാല രൂപം എന്ന് പറയുന്നത്. 1969 ഈ അർപ്പ നെറ്റ് വരുന്നത്. ഓക്കെ. പിന്നെ ഇന്റർനെറ്റ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് 1995 ഓഗസ്റ്റ് 15 BSNL എന്ന് പറഞ്ഞിട്ട് വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഇന്റർനെറ്റിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇന്റർനെറ്റ് സ്റ്റാർട്ട് ചെയ്ത ആരാണ്? BSNL ആണ്, വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. 1995 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ ഇന്റർനെറ്റ് വരുന്നത്. 1995 ഓഗസ്റ്റ് മാസം 15 ഇന്ത്യയിൽ ഇന്റർനെറ്റ് വ്യാപകമാകുന്നത്. ഓക്കെ. ഇനി ഇന്റർനെറ്റ് സുരക്ഷാ ദിനം എന്ന് പറഞ്ഞിട്ട് ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഡേ ഉണ്ട്, ഇന്റർനെറ്റ് സുരക്ഷാ ദിനം എന്ന് പറഞ്ഞിട്ട്, സേഫ്റ്റി ഡേ. ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ രണ്ടാമത്തെ ദിവസം, ഫെബ്രുവരിയിലെ സെക്കൻഡ് വീക്കിലെ സെക്കൻഡ് വീക്ക് ഓഫ് ഫെബ്രുവരി ആണ് ഇന്റർനെറ്റ് സേഫ്റ്റി ഡേ. അപ്പോൾ ഓരോ വർഷവും അത് മാറുമല്ലോ. അപ്പോൾ 2022 ഇന്റർനെറ്റ് സുരക്ഷാ ദിനം എന്ന് പറയുന്നത് ഫെബ്രുവരി മാസം 8 അതിൻ്റെ തീം ടുഗദർ ഫോർ എ ബെറ്റർ ഇന്റർനെറ്റ് ആണ്. ടുഗദർ ഫോർ എ ബെറ്റർ ഇന്റർനെറ്റ്, ഒരു ബെറ്റർ ഇന്റർനെറ്റിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കാം. ടുഗദർ ഫോർ എ ബെറ്റർ ഇന്റർനെറ്റ് ആണ് 2022 ഇന്റർനെറ്റ് സേഫ്റ്റി ഡേയുടെ തീം. ഫെബ്രുവരി 8 ടുഗദർ ഫോർ എ ബെറ്റർ ഇന്റർനെറ്റ്. ഇനി ഇവിടെ നിങ്ങൾ അറിയേണ്ടത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ഓഫ് ഇന്റർനെറ്റ് യൂസേഴ്സ് ഉള്ളത് ഏത് രാജ്യത്താണ്? ചൈനയിലാണ്. സെക്കൻഡ് നമ്മുടെ ഇന്ത്യയാണ്. ഇന്റർനെറ്റ് യൂസേഴ്സ് ഏറ്റവും കൂടുതലുള്ളത് ചൈനയിലും രണ്ടാമത്തത് ഇന്ത്യയിലുമാണ്. ഇനി ഇൻട്രാനെറ്റ്, എക്സ്ട്രാനെറ്റ് എന്ന രണ്ട് ടേംസും കൂടെ അറിയാം. ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രായാണ്, വിത്തിൻ ആൻ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷൻ്റെ അകത്തുള്ള കണക്ഷനാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുക. എക്സ്ട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ കണക്റ്റിംഗ് അതർ ബ്രാഞ്ചസ്. ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ അകത്ത് ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഈ കമ്പ്യൂട്ടേഴ്സിനെല്ലാം കണക്ട് ചെയ്യുന്നത് എന്താണ്? ഇൻട്രാനെറ്റ് വഴിയാണ്. എന്നാൽ ഇതേ ബാങ്കിന് ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് വേറെ സ്ഥലങ്ങളിലുണ്ടെങ്കിൽ ഈ ബ്രാഞ്ചിൽ നിന്ന് ആ ബ്രാഞ്ചിലോട്ട് കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം ത്രൂ എക്സ്ട്രാനെറ്റ് വഴിയാണ്. അതാണ് ഇൻട്രാനെറ്റും എക്സ്ട്രാനെറ്റും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് അബൌട്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ്. വൈ കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ഫോർ ഈച്ച് അതർ. കമ്പ്യൂട്ടേഴ്സ് അങ്ങനെ കണക്ട് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ പർപ്പസിനാണ്. ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ലാൻ, മാൻ, വാൻ, പാൻ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് പറയുന്നത്. ലാൻ ഇസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. ഒരു ലൊക്കാലിറ്റിൻ്റെ അകത്ത്, ഒരു ക്ലാസ് റൂമിൻ്റെ അകത്ത്, ഇൻസൈഡ് ആൻ ഓഫീസ് റൂം, അവിടെയൊക്കെ ലാൻ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ് മാൻ എന്ന് പറയുന്നത്. കേബിൾ TV കണക്ഷനൊക്കെ എക്സാമ്പിൾ ആണ്. ഒരു സിറ്റിയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് മാൻ എന്ന് പറയുന്നത്. വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് ഒരു റിലേറ്റീവ്ലി ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയയിൽ കണക്ഷൻ കൊടുക്കുന്നത്. അതിന് എക്സാമ്പിളാണ് ബിഗ്ഗസ്റ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് നമ്മുടെ ഇൻ്റർനെറ്റ് അഥവാ ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക്. പാൻ ഇസ് ഫോർ പേഴ്സണൽ ഡിവൈസസ് കണക്ഷനാണ് പാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇൻ്റർനെറ്റ് ഇൻ്റർനാഷണൽ നെറ്റ്വർക്കിൻ്റെ പഴയ ഏൻഷ്യൻ ഫോമാണ് അർപ്പാനെറ്റ്. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്കാണ്. ഇന്ത്യയിൽ ആരാണ് ഇത് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ BSNL ആണ്. 1995 ഓഗസ്റ്റ് 15 ഇന്റർനെറ്റ് സേഫ്റ്റി ഡേ സെക്കൻഡ് ഡേ ഓഫ് സെക്കൻഡ് വീക്ക് ഓഫ് എവറി ഫെബ്രുവരിയാണ്. എല്ലാ വർഷവും ഫെബ്രുവരിയിലെ രണ്ടാമത്തെ ആഴ്ചയിലെ രണ്ടാമത്തെ ദിവസം. ഇത്തവണ ഫെബ്രുവരി 8 അതിൻ്റെ തീം എന്താണ്? ടുഗദർ ഫോർ എ ബെറ്റർ ഇന്റർനെറ്റ് ആണ്. ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് യൂസേഴ്സ് ഉള്ള ചൈനയിലും സെക്കൻഡ് ഇന്ത്യയിലുമാണ്. ആൻഡ് ഇൻട്രാനെറ്റ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ആണെങ്കിൽ എക്സ്ട്രാനെറ്റ് ഇറ്റ് കണക്റ്റിംഗ് അതർ ബ്രാഞ്ചസ് ഓൾസോ. WWW വേൾഡ് വൈഡ് വെബ്. എന്താണ് WWW എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇൻ്റർനെറ്റിൽ നിന്ന് നമ്മളെല്ലാവരും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാറുണ്ട് അല്ലേ? നമ്മളെങ്ങനെ ഇൻഫർമേഷൻസ് എടുക്കുന്നത്? ഈ ഇൻ്റർനെറ്റിൽ നിന്ന് നമുക്ക് വേണ്ട വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വേൾഡ് വൈഡ് വെബാണ്. ഇതൊരു വേൾഡ് വൈഡ് വെബാണ്. ഇത് ആക്ച്വലി ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഇന്റർലിങ്ക്ഡ് ഡോക്യുമെൻറ്റ്സ് ആണ് ആക്സസ്ഡ് ത്രൂ ഇൻ്റർനെറ്റ്. നമ്മൾ ഇൻ്റർനെറ്റ് വഴി നമ്മൾ ആക്സസ് ചെയ്യുന്ന നമ്മുടെ കുറേ ഡോക്യുമെൻറ്റ്സ് അതെല്ലാം ഇങ്ങനെ ഇൻ്റർലിങ്ക് ചെയ്തെടുക്കുന്ന ഡോക്യുമെൻറ്റ്സ് ആണ്. ഈ ഡോക്യുമെൻറ്റ്സിനെയൊക്കെ നമുക്കിത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം WWW. ഇപ്പോൾ www.google.com ഗൂഗിൾ വന്നു, നമ്മളൊരു കാര്യം സെർച്ച് ചെയ്യുന്നു അല്ലേ, നമ്മൾ ഇൻഫർമേഷൻ എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് അതിനകത്തുണ്ട്. ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇൻ്റർലിങ്ക്ഡ് ആണ്. ഇനി ഇൻ്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഈ ഡോക്യുമെൻറ്റ്സിനെ എല്ലാത്തിനെയും നമുക്ക് ലഭ്യമാക്കി തരുന്ന ഒരു സിസ്റ്റമാണ് എന്ത്? WWW എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഇൻ്റർലിങ്ക്ഡ് ഡോക്യുമെൻറ്റ്സ് ആണ് ആക്സസ് ത്രൂ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് വഴി നമ്മൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് വേണം, നമ്മൾക്ക് വിവരങ്ങൾ വേണം, നമുക്ക് ഒരുപാട് ഇൻ്റർലിങ്ക്ഡ് ഡോക്യുമെൻറ്റ്സ് കിടക്കുന്നുണ്ട്, അതെല്ലാം നമുക്ക് 1 by 1 ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം വേണം. അതാണ് WWW വേൾഡ് വൈഡ് വെബ്. ആരാണ് WWWന്റെ ഫൗണ്ടർ എന്ന് ചോദിച്ചാൽ ടിം ബെർണേഴ്സ്-ലീ ആണ്. ടിം ബെർണേഴ്സ്-ലീ
ഈ പേര് ഓർത്തോളം. WWWയുടെ ഫൗണ്ടർ ടിം ബെർണേഴ്സ് ലീ ആണ്. 1989 ഇത് വരുന്നത്. ടിം ബെർണേഴ്സ് ലീ ആണ് ഇതിന്റെ ഫൗണ്ടർ. 1989 ടിം ബെർണേഴ്സ് ലീ. WWW ടിം ബെർണേഴ്സ് ലീ. TBL. WWW പോലൊരു 3 പേരാണ് നമുക്ക് ഓർക്കുക. ടിം ബെർണേഴ്സ് ലീ. ആദ്യത്തെ ഒരു കൊച്ചു പേര് ടിം, അവസാനത്തെ ഒരു കൊച്ചു പേര് ലീ അല്ലെ. ടിം ബെർണേഴ്സ് ലീ ആണ് WWWയുടെ ഫൗണ്ടർ എന്ന് പറയാം. ഓക്കെ. ഇനി ഇന്ത്യയിൽ ഈ WWW വരുന്നത് 1995 ജനുവരി 14 ഇന്ത്യയിൽ വരുന്നത് 1995 ജനുവരി മാസം 14 ഓക്കെ. ഇനി the institution which is credited with the development of WWW. WWWയുടെ ഡെവലപ്മെന്റ് ഇത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെതാണെന്ന് ചോദിച്ചാൽ CERN ആണ്. CERN. CERNൻ്റെതാണ് WWW എന്ന് പറഞ്ഞത്. The institution which is credited with the development of WWW ആണ് CERN. CERN. ഇനി WWW ഇതിന്റെ ഒരു ചില ഗുണനിലവാരവും മാനദണ്ഡവും ഒക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു കൺസോർഷ്യമാണ് WWW കൺസോർഷ്യം, വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം. അത് W3C എന്നാണ് അറിയപ്പെടുന്നത്. W3C. ഈ W3 3 W ആണ് WWW, വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം. വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യമാണ് നമ്മൾക്ക് ഈ ഒരു ഗുണനിലവാരവും മാനദണ്ഡമൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു കൺസോർഷ്യം എന്ന് പറഞ്ഞത്. ഇത് 1994 നിലവിൽ വന്നത്. ടിം ബെർണേഴ്സ് ലീ ആണ് ഫൗണ്ടർ. ഓക്കെ. ഇനി നമ്മൾ WWW വേൾഡ് വൈഡ് വെബാന്ന് പറഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. നമുക്കിപ്പോൾ അത് പരിചയപ്പെടാം. ഒന്നാമത്തത് വെബ് പേജ്. നമ്മളിതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ എന്താണെന്ന് ജസ്റ്റ് നമ്മൾക്ക് അതിൻ്റെ ഒരു ഡെഫിനിഷൻ വെച്ചൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം ചിലപ്പോൾ നമുക്കൊരു ക്വസ്റ്റിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് ഇതിൽ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ അറിഞ്ഞിരിക്കണം. എന്താണ് വെബ് പേജ്? വെബ് പേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേജസ് ആണ്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും? അതിനകത്ത് നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ WWWയിൽ ഉള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് തരുന്ന അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഒക്കെ ഉള്ള പേജസിനാണ് എന്ത് പറയുക? വെബ് പേജ് എന്ന് പറയുന്നത്. വെബ് പേജ് നമ്മളൊരു പെർട്ടിക്കുലർ വെബ് പേജ് കയറിയിട്ട് നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് എടുക്കും. സോ WWWയിൽ നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് അടങ്ങിയിട്ടുള്ള പേജസ് ആണ് വെബ് പേജസ് എന്ന് പറയുന്നത്. ഇനി വെബ് സെർവർ. എന്താണ് വെബ് സെർവർ? കമ്പ്യൂട്ടേഴ്സ് വിച്ച് സ്റ്റോർസ് ഡിഫറെൻറ്റ് വെബ് പേജസ്. ഡിഫറെൻറ്റ് വെബ് പേജസിനെ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന കമ്പ്യൂട്ടറാണ് വെബ് സെർവർ. ഇപ്പോൾ നമ്മൾ ഓഫീസിലൊക്കെ ഒരുപാട് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു സെർവർ റൂം ഉണ്ടാകും അല്ലെ. ഈ സെർവർ റൂമിലെ കമ്പ്യൂട്ടറായിട്ട് ഇതെല്ലാം കണക്റ്റഡ് എന്ന് പറയുന്ന പോലെ ഡിഫറെൻറ്റ് വെബ് പേജസ്, ഓരോ വെബ് പേജസിലെയും എല്ലാ ഡിഫറെൻറ്റ് ഇൻഫർമേഷൻസിനെ എല്ലാത്തിനെയും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കമ്പ്യൂട്ടറാണ്. ഡിഫറെൻറ്റ് വെബ് പേജസിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കമ്പ്യൂട്ടറാണ് വെബ് സെർവർ എന്ന് പറയുന്നത്. സെർവർ സ്റ്റോറിങ് പർപ്പസ് ആണ് അല്ലേ. വെബ് പേജസിനെ എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് വെബ് സെർവറിലാണ്. ഓക്കെ. ഇനി വെബ് ബ്രൗസേഴ്സ്. നമുക്കറിയാം നമ്മൾ ബ്രൗസേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. നമ്മുടെ വെബ് പേജസ് റിട്രീവ് വെബ് പേജസ് ഫ്രം വെബ് സെർവേഴ്സ്. നമ്മൾ വെബ് സെർവേഴ്സിൽ നിന്നാണ് വെബ് പേജസ് എടുക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ കാര്യത്തെ പറ്റി അറിയണം. ഇപ്പോൾ നമുക്ക് കേരള PSCയിൽ നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി നമുക്ക് അറിയണം. ഇപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിനെ പറ്റി നമുക്ക് പഠിക്കണം. നമ്മൾ ഗൂഗിൾ നോക്കി പഠിക്കാൻ പോയി നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഇൻ്റർനെറ്റ് എടുത്തിട്ട് നമ്മൾ www.google.com നമ്മൾ എടുക്കും അല്ലെങ്കിൽ ഗൂഗിൾ കിട്ടാൻ വേണ്ടി. പക്ഷെ നമ്മൾ എവിടെ നിന്നാണ് അത് എടുക്കുന്നത്? നമ്മൾ ഒന്നല്ലെങ്കിൽ ഒരു മോസില്ല ഫയർഫോക്സ് അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ക്രോം അല്ലേ, അങ്ങനെ ഏതെങ്കിലും ഒരു ബ്രൗസർ എടുത്തിട്ടാണ് നമ്മൾ ഈ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഈ ബ്രൗസറാണ് നമ്മളെ എന്ത് ചെയ്യണം? ഈ സെർവറിൽ ഇരിക്കുന്ന വെബ് പേജസിനെയൊക്കെ റിട്രീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് വെബ് ബ്രൗസറാണ്. ഇത് മുന്നേ നിങ്ങൾക്ക് മനസ്സിലായോ? വെബ് പേജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള പേജസ് ആണ് വെബ് പേജസ്. ഇതെല്ലാം എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം? ഈ വെബ് പേജസ്. ഇതിനകത്ത് കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്. ഇതൊക്കെ വെബ് പേജസ് ആണ്. ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് എവിടെയാണ്? സെർവറിലാണ് ഇരിക്കുന്നത്, വെബ് സെർവറിൽ. ഈ സെർവറിൽ ഇരിക്കുന്ന വെബ് പേജസ് നമ്മൾക്ക് ഇങ്ങോട്ട് എടുത്ത് തരുന്നത് ആരാണ്? ഇത് നമ്മൾ എടുക്കുന്നത് ബ്രൗസർ ഉപയോഗിച്ചിട്ടാണ്. അതാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഇനി ഹോം പേജ് എന്നൊരു ടേം നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഹോം പേജ് നമ്മളൊരു പെർട്ടിക്കുലർ എന്താണ് വെബ് പേജ് നമ്മൾ എടുക്കുന്ന സമയത്ത് ആദ്യം കാണുന്ന ഒരു പേജാണ് ഹോം പേജ് എന്ന് പറയുന്നത്. മെയിൻ പേജ് ഓർ ദ ഫ്രണ്ട് പേജ് ഓഫ് എ വെബ്സൈറ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ കേരള PSC നമ്മുടെ തുളസിയുടെ വെബ്സൈറ്റിൽ കയറുകയാണെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ആദ്യം കാണുന്ന ഒരു പേജാണ്. അതിനകത്ത് അങ്ങനെ പ്രൊഫൈല്, നമ്മുടെ മെസ്സേജസും റിസൾട്ട്സും അനൗൺസ്മെൻറ്റും ഒക്കെ പറഞ്ഞിട്ട് കാണിക്കുന്ന ഒരു പേജ് ഉണ്ടല്ലോ. പിന്നെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താണ് അടുത്തടുത്ത പേജുകളിലോട്ട് പോകുന്നത്. ഈ പേജസ് എല്ലാം ഇൻ്റർലിങ്ക്ഡ് ആണ്. പക്ഷെ നമുക്ക് ഫസ്റ്റ് കാണുന്ന ആ ഒരു മെയിൻ പേജ്, ആ ഫ്രണ്ട് പേജാണ് ഹോം പേജ് എന്നറിയപ്പെടുന്നത്. ഓക്കെ. ഇനി ഹൈപ്പർ ലിങ്ക് ഉണ്ട്. ഹൈപ്പർ ലിങ്ക് എന്താ? നമുക്ക് റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സിലോട്ട് നമ്മളെ എത്തിക്കാൻ, നമ്മളെ ഡയറക്റ്റ് ചെയ്യാനായിട്ട്
നമ്മളെ സഹായിക്കുന്ന ഹൈപ്പർ ലിങ്ക് ആണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കേരള PSC നമ്മുടെ തുളസിയുടെ വെബ്സൈറ്റിൽ കയറി നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ്, ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള അനൗൺസ്മെൻറ്റ്സ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ അനൗൺസ്മെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത പേജിലോട്ട് പോയിട്ടാണ് നമുക്ക് വേണ്ട ഏതൊക്കെയാണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് ഡയറക്റ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു ഹൈപ്പർ ലിങ്ക് ആണ്. ഇതിങ്ങനെ ലിങ്ക് ചെയ്ത് എല്ലാ പേജസും എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്ത് കണക്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. ഓരോ വെബ് പേജും കണക്റ്റഡ് ആണ് അല്ലെ. നമ്മൾ വൺ പേജിൽ നമ്മൾ സെക്കൻഡ് പേജിൽ പോകും. ഇപ്പോൾ നമ്മൾ കരിയേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് കരിയേഴ്സിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ വായിക്കാൻ പറ്റുക. ഫ്രണ്ട് പേജിൽ എല്ലാത്തിൻ്റെയും ഹെഡിങ് ആയിരിക്കും. നമ്മൾ ഓരോന്നിനും ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അടുത്തടുത്ത പേജിലോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് വേണ്ട റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സിലോട്ട് യൂസറിനെ എത്തിക്കുന്നത് ആരാണ്? ഹൈപ്പർ ലിങ്ക് ആണ്. ഓക്കെ. ഇനി URL എന്ന് പറഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറയും. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ഇത് ആക്ച്വലി ഒരു അഡ്രസ്സാണ്. അതായത് നമുക്കിപ്പം ടു ഐഡൻറ്റിഫൈ ദ നെയിം ഓഫ് എ വെബ് റിസോഴ്സ്, ഒരു വെബ് റിസോഴ്സിൻ്റെ പേര് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു അഡ്രസ്സാണ് ആക്ച്വലി URL എന്ന് പറയുന്നത്. ഇതൊരു അഡ്രസ്സാണ് വിച്ച് ഇൻഡിക്കേറ്റ് എ വെബ് പേജ്. ഏതെങ്കിലും ഒരു വെബ് പേജ് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടൊരു അഡ്രസ്സ് വേണം. ഇപ്പോൾ നമുക്ക് www.internet.com നമ്മൾ അതിൻ്റെ ഫുൾ അഡ്രസ്സ് ഇങ്ങനെയാണ് http://www.internet.com എന്നാണ് പറയുന്നത്. അതാണ് ഫുൾ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു അഡ്രസ്സ് നമ്മൾ എങ്ങോട്ടേക്ക് എത്തിയും internet.com നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അഡ്രസ്സിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾക്ക് വേണ്ട പേജിലോട്ട് നമ്മളെ എത്തിക്കുന്ന ഈ ഒരു വെബ് അഡ്രസ്സ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട പേജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വെബ് അഡ്രസ്സിനെയാണ് എന്ത് പറയുന്നത്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ അഥവാ URL എന്ന് പറയുന്നത്. ഇപ്പോൾ www.internet.com ആണ് ഒരു URL എക്സാമ്പിൾ. ഇനി ഇതിനകത്ത് തന്നെ www.internet.com ഈ internet.com ആണ് നമുക്ക് മെയിൻ അല്ലേ. ഈ internet.comനെ മാത്രം പറയുന്നതാണ് ഡൊമൈൻ നെയിം. അതായത് പാർട്ട് ഓഫ് ദ ഇന്റർനെറ്റ് വിച്ച് ഇൻഡിക്കേറ്റ് എ പെർട്ടിക്കുലർ വെബ് പേജ്. ഇതിപ്പോൾ ഏത് പേജ് എന്ന് അറിയാൻ വേണ്ടി ഇത് ഫുൾ അഡ്രസ്സ് നമുക്ക് വായിച്ചു നോക്കണം. നമുക്ക് ഇവിടുന്ന് മാത്രം അറിഞ്ഞാൽ മതി. internet.com എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഇത് എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു internet.com ഇത്രയത്തിന് പറയുന്ന പേരാണ് ഡൊമൈൻ നെയിം. അതായത് ഇപ്പോൾ www.google.com ആണെങ്കിൽ google.comനെയാണ് ഡൊമൈൻ നെയിം എന്ന് പറയുക. ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഇന്റർനെറ്റ് വിച്ച് ഇൻഡിക്കേറ്റ് എ പെർട്ടിക്കുലർ വെബ് പേജ്. അപ്പോൾ ഇതാണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി DNS ഉണ്ട്, ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയും DNS. ഇറ്റ് ഈസ് യൂസ് ടു ട്രാൻസ്ലേറ്റ് ഡൊമൈൻ നെയിം ഇൻ ടു IP അഡ്രസ്സ്. ഈ ഡൊമൈൻ നെയിമിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് IP അഡ്രസ്സിലോട്ട് ആക്കുന്നത് ആരാണ്? ഡൊമൈൻ നെയിം സിസ്റ്റമാണ് DNS. ഇതൊരു ട്രാൻസ്ലേറ്ററാണ് DNS. എന്തായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? ഈ ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സായിട്ട്. IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ കമ്പ്യൂട്ടേഴ്സിനെ ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇൻ്റർനെറ്റ് കണക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഡിവൈസിനും ഓരോ സിസ്റ്റത്തിനും ഓരോ IP അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു IP അഡ്രസ്സിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. അതാണ് ഈ DNS ചെയ്യുന്നത്. ഡൊമൈൻ നെയിം സിസ്റ്റം നമ്മുടെ ഡൊമൈൻ നെയിമിനെ ഈ ഒരു ഇപ്പോൾ google.com എന്നുള്ള ഈ ഒരു ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ DNS ആണ്, ഡൊമൈൻ നെയിം സിസ്റ്റമാണ്. ഓക്കെ. ഇനി വെബ്സൈറ്റ് എന്താണ്? വെബ്സൈറ്റ് പേജസ് കണക്റ്റിംഗ് വയ ഹൈപ്പർ ലിങ്ക്. നമുക്കറിയാം ഈ ഹൈപ്പർ ലിങ്ക് വഴി കുറേ ഒരു 10 പേജ് ഉണ്ട്. ഈ 10 പേജിനെ ഹൈപ്പർ ലിങ്ക് വഴി കണക്ട് ചെയ്ത് ഈ പേജസ് എല്ലാം കൂടെ ചേർന്ന ആ ഒരു എല്ലാം കൂടെ കണക്ട് ചെയ്യുന്നതാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. വെബ്സൈറ്റ് പേജസ് കണക്റ്റിംഗ് വയ ഹൈപ്പർ ലിങ്ക് ആണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ www.ൻ്റെ ടേംസ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ടേംസ് ആണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണ്, ഫ്രണ്ട് പേജ് അല്ലെങ്കിൽ മെയിൻ പേജ് ഓഫ് എ വെബ്സൈറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും? അതിന് പറയുന്ന പേര് ഹോം പേജ് എന്നായിരിക്കും. ഇനി ചോദിക്കുകയാണ്, വെബ് സെർവറിൽ നിന്നും വെബ് പേജസിനെ റിട്രീവ് ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്? വെബ് സെർവർ ഉണ്ട്, സെർവറിലാണ് ഈ വെബ് പേജസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. സെർവറിൽ നിന്ന് ഈ വെബ് പേജസ് നമ്മളെ എടുക്കണം. നമ്മളെ അതിന് വേണ്ടി സഹായിക്കുന്ന ആരാണ്? നമ്മളെ ആരാണ് സഹായിക്കുന്നത്? അതിലാണ് വെബ് ബ്രൗസേഴ്സ് ഉള്ളത്. വെബ് സെർവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് സ്റ്റോർസ്, അത് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ഈ വെബ് പേജസിനെ എല്ലാം സ്റ്റോർ ചെയ്യുന്നത് വെബ് സെർവറിലാണ്. ഈ സെർവറിൽ ഇരിക്കുന്ന വെബ് പേജിലോട്ട് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത്, ഈ വെബ് പേജസിനെ അവിടുന്ന് റിട്രീവ് ചെയ്യുന്നത് ആരാണ്? വെബ് ബ്രൗസറാണ്. നമ്മുടെ മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം പോലെയുള്ള ബ്രൗസർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സെർവറിൽ കിടക്കുന്ന ഈ വെബ് പേജസ് നമ്മൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇപ്പോൾ വെബ് സെർവർ എന്താണ്? വെബ് സെർവർ എന്ന് പറഞ്ഞാൽ വെബ് പേജസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന കമ്പ്യൂട്ടറാണ് വെബ് സെർവർ. വെബ് പേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള പേജാണ്. www ഉള്ള പേജാണ് വെബ് പേജ് എന്ന് പറയുന്നത്. വെബ് സെർവർ പറഞ്ഞു വെബ് ബ്രൗസർ നമ്മൾ അവിടെ നിന്ന് എടുക്കാനായിട്ട് സഹായിക്കുന്നു.
ഹോം പേജ് ഇത് ഫ്രണ്ട് പേജ് ആണെന്ന് പറഞ്ഞു. ഹൈപ്പർ ലിങ്ക് എന്താണ്? യൂസർ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും യൂസറിനെ എങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യും, നമുക്ക് വേണ്ട ആ ഒരു ഡോക്യുമെൻറ്റിലോട്ട് ഡയറക്റ്റ് ചെയ്യുന്നത് ഹൈപ്പർ ലിങ്ക് ആണ്. ഹൈപ്പർ ലിങ്ക് വഴിയാണ് എല്ലാം ഇന്റർകണക്ട് ചെയ്യുന്നത്. ഇനി URL ഫുൾ ഫോം എന്താ? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് URL. URL എന്ന് പറയുമ്പോൾ www.google.com, അവിടെ http:// അല്ല http://www.google.com ഇത് ഫുള്ളാണ് ഈ ഒരു അഡ്രസ്സ് എന്ന് പറയുന്നത്. എന്ത്? URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറയുന്നത് ഇതൊരു അഡ്രസ്സാണ്. ഈ ഒരു അഡ്രസ്സാണ് നമ്മളെ ആ വെബ് റിസോഴ്സിൻ്റെ നെയിം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേണ്ട പേജിലോട്ട് നമ്മൾ എത്തിക്കുന്ന ആ ഫുൾ അഡ്രസ്സാണ് URL എന്ന് പറഞ്ഞത്. ഈ അഡ്രസ്സിൻ്റെ ഈ ഒരു ഭാഗം ഇപ്പോൾ internet.com അല്ലെങ്കിൽ google.com എന്ന് മാത്രം എടുത്താൽ അതെന്താണ്? അത് ഡൊമൈൻ നെയിമാണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ URL ആണെങ്കിൽ പാർട്ട് ഓഫ് ദ ഇന്റർനെറ്റ് ആണ് വിച്ച് ഇൻഡിക്കേറ്റ് എ പർട്ടിക്കുലർ വെബ് പേജ് ആണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഡൊമൈൻ നെയിം എക്സാമ്പിൾ ആണ് google.com, internet.com എക്സെട്ര. ഇനി DNS ഇതൊരു ട്രാൻസ്ലേറ്റർ ആണ്. ഏതുമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? DNS ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയും. ഇത് നമ്മുടെ ഡൊമൈൻ നെയിമിനെ ഇപ്പോൾ google.com പോലെ ഡൊമൈൻ നെയിമിനെ IP അഡ്രസ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഡൊമൈൻ നെയിം സിസ്റ്റമാണ്. ഓക്കെ, ഇനി വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ വെബ് പേജസിൻ്റെ എല്ലാം കൂടി ചേരുന്നതാണ് വെബ്സൈറ്റ് എന്ന് പറയുക. ഡൊമൈൻ നെയിംസിന് എക്സാമ്പിൾസ് ആണ് .gov, .org, .edu എക്സെട്ര. .gov എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഏജൻസീസിനെ, അതേപോലെ .com എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ, അതേപോലെ .edu നമുക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ടുള്ളതാണ് .edu എന്ന് പറയുക. .mil മിലിറ്ററി ആണ് ഉദ്ദേശിക്കുന്നത്. .org നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡൊമൈൻ നെയിംസിന് എക്സാമ്പിൾ എന്ന് പറയാം. ഓക്കെ, ഇനി സെർച്ച് എൻജിൻ എന്താണ്? സെർച്ച് എൻജിൻ നമുക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഡിസൈൻ ടു സെർച്ച് ഫോർ ഇൻഫർമേഷൻ ഓൺ www ഉള്ള ഇൻഫർമേഷൻസിനെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സെർച്ച് എൻജിൻ എന്ന് പറയുന്നത്. സെർച്ച് എൻജിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പക്ഷേ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സെർച്ച് എൻജിൻ്റെ എക്സാമ്പിൾസ് ആണ് ഗൂഗിള്, യാഹൂ, ബിങ്, ask.com, അൾട്ട, വിസ്ത, ഇതെല്ലാം സെർച്ച് എൻജിൻസ് ആണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകൾ നോട്ട് ചെയ്യുക, ബിക്കോസ് താഴെ തന്നിട്ടുള്ളവയിൽ സെർച്ച് എൻജിൻ അല്ലാത്തത് ഏതെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ സെർച്ച് എൻജിൻ എന്താണ്? നമ്മൾ സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സെർച്ച് എൻജിൻ. നമുക്ക് കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻസ് സെർച്ച് ചെയ്യണം, അപ്പോൾ നമ്മൾ സെർച്ച് എൻജിൻ വഴിയാണ് പോകുന്നത്. അത് ഗൂഗിളിൽ കയറി നമുക്ക് സെർച്ച് ചെയ്യാം, യാഹൂ വഴി നമുക്ക് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ask.com, ബിങ്, അൾട്ട, വിസ്ത, ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് സെർച്ച് എൻജിൻസ് എന്ന് പറയുന്നത്. സെർച്ച് എൻജിൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യത്തെ സെർച്ച് എൻജിൻ്റെ പേര് ആർച്ചി എന്നാണ്. 1990 വന്ന ARCHIE, ആർച്ചിയാണ് ഫസ്റ്റ് സെർച്ച് എൻജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യ ഡെവലപ്പ് ചെയ്ത സെർച്ച് എൻജിനാണ് ഗുരുജി. ഇന്ത്യ ഡെവലപ്പ് ചെയ്ത സെർച്ച് എൻജിൻ്റെ പേര് ഏതാണ്? ഗുരുജി. ഇന്ത്യയുടെ ഫസ്റ്റ് സെർച്ച് എൻജിനാണ് ഗുരുജി എന്ന് പറയുന്നത്. ലോകത്തിലെ ആദ്യത്തേത് ആർച്ചി 1990. ഇന്ത്യയുടെ സെർച്ച് എൻജിൻ ഏതാണ്? ഗുരുജിയാണ്, ഗുരുജി. അതുപോലെ ഈ ആർച്ചി എന്ന് പറഞ്ഞ സെർച്ച് എൻജിൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അലൻ എം ടേക്ക്, ബിൽ ഹീലൻ, ജെ പീറ്റർ ഡ്യൂസ്റ്റ്. നിങ്ങൾ പേരൊന്നും പഠിക്കണമെന്നില്ല, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. സെർച്ച് എൻജിൻസിന് എക്സാമ്പിൾസ് അറിയണം. ലോകത്തിലെ ആദ്യത്തേത് ആർച്ചിയാണ് 1990. അതുപോലെ ഇന്ത്യ ഡെവലപ്പ് ചെയ്ത സെർച്ച് എൻജിൻ്റെ പേര് ഗുരുജി എന്നാണ്. ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, സെർച്ച് എൻജിൻസിന് പ്രധാനപ്പെട്ട സെർച്ച് എൻജിൻ്റെ എക്സാമ്പിൾ അറിഞ്ഞിരിക്കണം. ഇനി നമ്മുടെ DT എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു സെർച്ച് എൻജിൻ ഉണ്ട്. അതിൻ്റെ പേര് സന്താൻ എന്നാണ്. സന്താൻ. ഓക്കെ, സന്താൻ DTയുടെ സെർച്ച് എൻജിനാണ്. അതുപോലെ ബിങ് എന്ന് പറയുന്ന സെർച്ച് എൻജിൻ മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. ബിങ് എന്ന് പറയുന്ന സെർച്ച് എൻജിൻ ഏത് കമ്പനിയുടെയാണ്? മൈക്രോസോഫ്റ്റിൻ്റെയാണ് ബിങ്. അപ്പം സെർച്ച് എൻജിൻ ഓഫ് മൈക്രോസോഫ്റ്റ് അല്ലെ മൈക്രോസോഫ്റ്റിൻ്റെ സെർച്ച് എൻജിൻ ഏതാണെന്ന് ചോദിച്ചാൽ ബിങ് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു സെർച്ച് എൻജിനാണ്. ഓക്കെ, ഇനി അതുപോലെ വെബ് ബ്രൗസേഴ്സിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല. വെബ് ബ്രൗസറാണ് നമ്മൾ ബ്രൗസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് പറഞ്ഞു. സെർച്ച് എൻജിൻ നമ്മൾ ഇൻഫർമേഷൻസ് സെർച്ച് ചെയ്യാൻ എടുക്കുന്നത്. അതായത് ഗൂഗിളിൽ കയറി, യാഹൂവിൽ കയറി, നമ്മൾ ബിങ്ങിലൊക്കെ കയറി നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് നമ്മൾ സെർച്ച് ചെയ്തെടുക്കുക. വെബ് ബ്രൗസർ എന്താ? വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സിസ്റ്റം ഓൺ ആക്കുമ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിലോട്ട് പോകുന്നത് വെബ് ബ്രൗസർ വഴിയാണ് അല്ലേ. ഈ വെബ് ബ്രൗസർ വഴിയാണ് നമുക്ക് വേണ്ട വെബ് പേജസ് നമ്മൾ കൊണ്ടുവരുന്നത്. ഈ സെർച്ച് എൻജിൻ എടുക്കണമെങ്കിൽ നമുക്ക് ആദ്യം വെബ് ബ്രൗസറിൽ കയറണം. അപ്പോൾ വെബ് ബ്രൗസേഴ്സിന് എക്സാമ്പിളാണ് ഏത്? നമ്മുടെ മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, എഡ്ജ്, സഫാരി ഒക്കെ. അപ്പോൾ ആദ്യത്തെ സെർച്ച് എൻജിൻ ആർച്ചി എന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ വെബ് ബ്രൗസറാണ് ഏത്? നെക്സസ്. ആദ്യത്തെ വെബ് ബ്രൗസറാണ് നെക്സസ്. അതേപോലെ അത് ടിം ബെർനേഴ്സ്-ലീയുടെ തന്നെയാണ് കേട്ടോ നെക്സസ്. അതുപോലെ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു വെബ് ബ്രൗസറാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. ഗൂഗിൾ ക്രോം എന്നുള്ള ബ്രൗസർ ഗൂഗിൾ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ വെബ് ബ്രൗസറാണ് എപ്പിക്. ഇന്ത്യയിലെ ആദ്യത്തെ സെർച്ച് എൻജിൻ അതായത് ഇന്ത്യയിലെ സെർച്ച് എൻജിൻ ഗുരുജിയാണ്. ഇന്ത്യയിലെ വെബ് ബ്രൗസർ എപ്പിക് ആണ്. എപ്പിക് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വെബ് ബ്രൗസർ ഏതാണെന്ന് ചോദിച്ചാൽ സഫാരിയാണ്. അത് ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. ജനുവരി 2003 ഡെവലപ്പ് ചെയ്ത വെബ് ബ്രൗസറാണ് സഫാരി. ഓക്കെ, സഫാരി. ഇനി
മൊബൈലിൽ യൂസ് ചെയ്യുന്ന വെബ് ബ്രൗസേഴ്സ് ആണ് ഇതൊക്കെ. മൊബൈൽ ബ്രൗസേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ബ്ലാക്ക്ബെറി, ആക്സസ്, ഒപ്പേറ മിനി, യൂസി ബ്രൗസർ ഒക്കെ മൊബൈൽ ബ്രൗസേഴ്സ് ആണ്. അപ്പോൾ താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് മൊബൈൽ ബ്രൗസർ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകൾ നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വെബ് ബ്രൗസേഴ്സ് മോസില ഫയർഫോക്സ്, ഒപ്പേറ, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, അത് മൈക്രോസോഫ്റ്റിൻ്റെയാണ്. മൈക്രോസോഫ്റ്റിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്രൗസറാണ് എഡ്ജ് എന്ന് പറയുന്നത്. എഡ്ജ്. പിന്നെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തത് എപ്പിക് ആണ്. ആദ്യത്തേത് നെക്സസ് ആണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് സഫാരിയാണ്. സർഫിംഗ്. എന്താണ് സർഫിംഗ്? സർഫിംഗ് എന്ന് പറഞ്ഞാൽ വിസിറ്റിംഗ് എ നമ്പർ ഓഫ് വെബ്സൈറ്റ്സ് ഇൻ റാപ്പിഡ് സക്സഷൻ. അതായത് പെട്ടെന്ന് നമ്മൾ ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റിൽ നമ്മൾ സർഫ് ചെയ്യുക, നമ്മൾ ഇൻഫർമേഷൻസ് സെർച്ച് ചെയ്യുന്നതിനെയാണ് സർഫിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വെബ് ബ്രൗസർ എന്താണെന്ന് മനസ്സിലാക്കി, സെർച്ച് എഞ്ചിൻസ് എന്താണെന്ന് മനസ്സിലാക്കി. രണ്ടിനെയും എക്സാമ്പിൾ വ്യക്തമായിരിക്കണം. താഴെ തന്നിട്ടുള്ളവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏതെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഓപ്ഷൻ്റെ അകത്ത് ഇപ്പോൾ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില ഫയർഫോക്സ്, യാഹൂ, സഫാരി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇത് മിക്സ് ചെയ്തായിരിക്കും ഇത് രണ്ടും കൂടെ ചോദിക്കുക. അപ്പോൾ ഇതിലേത് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ മൈക്രോസോഫ്റ്റിൻ്റെ എന്താണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ബ്രൗസറാണ്. അതുപോലെ മോസില ഫയർഫോക്സ് ബ്രൗസറാണ്. സഫാരി ആപ്പിളിൻ്റെ ബ്രൗസറാണ്. പക്ഷേ യാഹൂ സെർച്ച് എഞ്ചിനാണ്. നമ്മൾ അങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. തിരിച്ചും ചോദിക്കാം, സെർച്ച് എഞ്ചിൻ അല്ലാതെ ഏതെന്ന് പറഞ്ഞാൽ വെബ് ബ്രൗസറിന് കൊണ്ടിടും. അപ്പോൾ മനസ്സിലായിട്ട് ഗൂഗിൾ ക്രോം ഇവിടെയുണ്ട്, വെബ് ബ്രൗസറാണ്. ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണ്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ഏതാണ് സെർച്ച് എഞ്ചിൻ എക്സാമ്പിൾ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏത് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഈ സെർച്ച് എഞ്ചിൻസിൻ്റെ കൂടെ വെബ് ബ്രൗസറിനെ കൂടെ കൊണ്ടുപോയിടും ചിലപ്പോൾ. അതായത് ഇപ്പോൾ ഗൂഗിള്, യാഹൂ, ബിങ്ങിനെയൊക്കെ കൂടെ ഗൂഗിൾ ക്രോം കൂടെ കൊണ്ടുപോയിടും ചിലപ്പോൾ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ തിരിച്ച് വെബ് ബ്രൗസർ അല്ലാത്ത ഏതെന്ന് ചോദിച്ചിട്ട് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, എഡ്ജ്, സഫാരി ആൻഡ് ഗൂഗിൾ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്. സെർച്ച് എഞ്ചിൻസ് ഏതൊക്കെയാണെന്നും വെബ് ബ്രൗസേഴ്സ് ഏതൊക്കെയാണെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ വെബ് ബ്രൗസർ, ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത വെബ് ബ്രൗസർ എപ്പിക് ആണ്. ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത സെർച്ച് എഞ്ചിൻ ഗുരുജിയാണ്. ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ആർച്ചിയാണ്. ആദ്യത്തെ ബ്രൗസർ നെക്സസ് ആണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ബ്രൗസർ സഫാരിയാണ്. ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇന്റർനെറ്റ്, www, വേൾഡ് വൈഡ് വെബ്, ഇമെയിൽ, അതും കൂടെ ആകുമ്പോഴാണ് ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുക. ഇമെയിൽ ഒരു കൊച്ചു ടോപ്പിക്കാണ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതെല്ലാം കൂടെ പഠിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ നമുക്ക് ഒരു ടോപ്പിക് കൂടിയേ വരുന്നുള്ളൂ. നമ്മുടെ IT ഓൾമോസ്റ്റ് തീരുവാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ ക്ലാസ്സിലും പറയുന്ന ഓരോ ഇൻഫർമേഷൻസും നമുക്ക് ഓരോ ക്വസ്റ്റ്യനാണ്. അത് 10 മാർക്കിലോട്ടാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്നും മിസ്സാക്കാണ്ട് നമുക്ക് വേണ്ടത് റിവൈസ് ചെയ്ത് പഠിച്ച് ഉറപ്പിക്കുക. ഈ 10 മാർക്ക് നമ്മുടെ കയ്യിൽ സുരക്ഷിതമായിട്ടിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്സ്, കമൻറ്റ്സ്, ഷെയർസ് ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും